കേരളത്തിൽ വീണ്ടും ഒരു അവയവദാനം കൂടി നടന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. 5 പേർക്ക് പുതുജീവനേകിയ ജയകുമാറിന്റെ ഹൃദയം വീണ്ടും ഇടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നേ ദിവസം നമ്മളിലേക്ക് എത്തുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച കിളിമാനൂർ സ്വദേശിയായ ജെയുടെ ഹൃദയം മലപ്പുറം സ്വദേശിയായ 15-കാരിയിൽ സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 2 മാസത്തിനിടെ കേരളത്തിൽ നടക്കുന്ന 6ാമത്തെ അവയവദാനമാണിത്. അപ്പോൾ ഈ ഒരു വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നമുക്കറിയേണ്ടതായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും അർച്ചന കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു അവയവദാനം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് എത്തുന്നത്. ഈ മീയുടെ ഹൃദയം അവിടെ ഇടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ആണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ആശുപത്രി വിവരങ്ങൾ? ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു എന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കാരണം 4 മണിക്കൂർ പിന്നിട്ട ശസ്ത്രക്രിയയാണ് എറണാകുളം ലിസി ആശുപത്രിയിൽ പൂർത്തിയായിരിക്കുന്നത്. ഇനിയുള്ള 48 മണിക്കൂർ അതിനിർണായകമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ ജയകുമാറിൻ്റെ ഈ അവയവദാനം നടന്നത്. അതിൽ ഇന്നലെ വൃക്ക അവിടെ നിന്നും കരൾ കൈമാറുകയായിരുന്നു. ഹെലികോപ്റ്റർ വഴി എറണാകുളത്ത് എത്തിക്കുകയായിരുന്നു. 1:45 കൂടിയാണ് എറണാകുളത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം മിനിറ്റുകൾക്കകം തന്നെ കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഉടൻ ശസ്ത്രക്രിയ ആരംഭിക്കുകയുമായിരുന്നു. മലപ്പുറം സ്വദേശിനിയായ 15-കാരിക്കാണ് ഹൃദയം തുന്നിക്കെട്ടിയിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ ശേഷം മാത്രമായിരിക്കും പറയാൻ കഴിയുക എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ 2 മാസത്തിനിടെ നടക്കുന്ന 6ാമത്തെ അവയവദാനമാണിത്. ജെയുടെ മറ്റ് അവയവങ്ങൾ കോഴിക്കോടും ഒപ്പം തിരുവനന്തപുരത്തും ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് കൈമാറാനും ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അവയവദാനത്തിൽ വലിയൊരു മുൻതൂക്കം ഈ ഇടയായി ലഭിക്കുന്നു, അല്ലെങ്കിൽ അവയവദാനത്തിന് സന്നദ്ധരാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് വലിയ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കേസോട്ടോ വഴി ഇപ്പോൾ നിരവധി ആളുകൾ ഇത്തരത്തിൽ അവയവദാനങ്ങൾ നൽകാൻ ഇത്തരത്തിൽ സന്നദ്ധരാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേരളത്തിൽ ഈ 2 മാസത്തിനിടെ നടക്കുന്ന 6ാമത്തെയാണ്. മാത്രമല്ല ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്ററിലാണ് ഇന്നലെയോടുകൂടി ജെയുടെ ഹൃദയം എറണാകുളത്തേക്ക് എത്തിച്ചത്. ജെയ് തിരുവനന്തപുരത്തെ IT ജീവനക്കാരിയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ അവയവദാനങ്ങൾ കൈമാറാൻ തീരുമാനിച്ചത്. വൃക്കയും ഒപ്പം ഈ 2 നേത്രപടലങ്ങളുമാണ് മറ്റ് അവയവങ്ങൾ കൈമാറിയിട്ടുള്ളത്. 5 പേർക്ക് പുതുജീവനേകിക്കൊണ്ടാണ് എന്തായാലും ജെയ് ഇവിടെ നിന്ന് വിടവാങ്ങുന്നത്. സിന്ധൂരി. അർച്ചന പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവയവദാനത്തിൽ കേരളം നേരിടുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ അർച്ചന പറഞ്ഞതുപോലെ 2 മാസത്തിനിടയിൽ നടക്കുന്ന 6ാമത്തെ അവയവദാനം എന്ന് പറയുമ്പോൾ ഈ ഓരോ സർജറിയും കഴിയുമ്പോൾ അത് വിജയകരമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഇപ്പോൾ ഈ സർജറിയിലും അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാകുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമേഖല ഈ മേഖലയിൽ നേടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വളർച്ചയെ കൂടിയല്ലേ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും സിന്ധൂരി, ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഒരു കുതിപ്പ് അതെടുത്തു പറയേണ്ടതാണ്. ഏറ്റവും പ്രധാനമായും എറണാകുളത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ, ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ അടക്കം നടക്കുന്നു എന്താണ്. അതിനുള്ള സംവിധാനങ്ങൾ വരെ ഈ ജനറൽ ആശുപത്രികളിൽ പോലും എത്തിയിട്ടുണ്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ആശുപത്രികൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ, അതെല്ലാം തന്നെയാണ് അവയവദാനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു മുൻതൂക്കം കേരളത്തിന് ഈ ഇടയായി ലഭിക്കാൻ കാരണം. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ അവയവദാനം പൂർണ്ണമായും നിലച്ചൊരു സ്ഥിതിയായിരുന്നു. കാരണം ആളുകൾക്ക് ബോധവൽക്കരണം നൽകിയിട്ട് പോലും അത്തരത്തിൽ സന്നദ്ധത അറിയിക്കാത്തൊരു അവസ്ഥ, ഒരു സ്ഥിതി കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥിതി ഇപ്പോൾ മാറിയിരിക്കുന്നു. നേരത്തെ ചെന്നൈയിലേക്കടക്കം രോഗികൾക്ക് കേരളത്തിൽ നിന്നും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവയവദാനങ്ങൾ കേരളത്തിൽ ലഭിക്കാത്തതോടെ കൂടെ ഈ കേസ് ഓട്ടോ വഴി ഇപ്പോൾ എന്നാൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ സന്നദ്ധത അറിയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ നേരിട്ടെത്തുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച പല ആളുകൾക്കും ഇത്തരത്തിൽ അവയവദാനത്തിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൂടിയാണ്. കാരണം ഒരുപാട് നമുക്കറിയാം, ഇത്തരത്തിൽ അതിൻ്റെ സംവിധാനങ്ങളും ഒപ്പം വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാകുന്നതിൻ്റെയും എല്ലാം തന്നെ നേർക്കാഴ്ച ജനങ്ങൾ അറിയുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കുടുംബാംഗങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മരണാനന്തരം ഇങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർവഹിക്കുക കുടുംബാംഗങ്ങൾ തീരുമാനിക്കുന്നു എന്താണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും നിർണായകം. കാരണം എത്രയും പെട്ടെന്ന് ഒരു ഹൃദയം ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കുന്നതാണ് സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്.